പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ആറാണത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേട്ടുപിടിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഒപ്പം തന്നെ ദർഹായ്ക്ക് ശേഷം വരുന്ന 5-ാമത്തെ ഞായറാഴ്ചയുടെ വായനയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം സന്ധ്യാവായനയും പ്രഭാത വായനയും നമ്മൾ ധ്യാനിച്ചു. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് പഴയ നിയമ വായനകളാണ്. കുർബാനയ്ക്ക് മുമ്പുള്ള പഴയ നിയമ വായന. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 12 മുതൽ 17 വരെ വാക്യങ്ങളും, യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം 4 മുതൽ 9 വരെ വാക്യങ്ങളും, സങ്കീർത്തന പുസ്തകം 29 1 മുതൽ 11 വരെ വാക്യങ്ങളുമാണ് നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് വായിക്കുന്നത്. തുറന്ന് നമുക്ക് അതിനെ ധ്യാനിച്ച് മുന്നോട്ട് പോകാം. ഒരു വാക്ക് പ്രാർത്ഥിച്ച് കടന്നു പോകാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. നന്മകളാലും ഐശ്വര്യങ്ങളാൽ ഞങ്ങൾ നിറയ്ക്കണമേ. എത്രയും അങ്ങയുടെ കരുതലും അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ വാത്സല്യവും അനുഭവിച്ചറിയുവാൻ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കേട്ടു. തിരുവചനത്തിൽ നിന്ന് യോഹന്നാനേക്കാൾ വലിയവരാണ് ക്രിസ്ത്യാനികൾ. എളിമയും വിനയവും അവർക്കുണ്ടെങ്കിൽ, അവർ ക്രിസ്തു ശിഷ്യന്മാരാണെങ്കിൽ അവർ ദൈവരാജ്യത്തിൽ വലിയവരായിരിക്കുമെന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ടായി. കർത്താവെ, ഇപ്പോൾ ഞങ്ങൾ വായിക്കുന്ന ഓരോ വായനകളും ഞങ്ങളുടെ വിശുദ്ധീകരണത്തിന് കാരണമായി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. പ്രിയമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 17 വരെ വാക്യങ്ങളാണ് പഴയ നിയമത്തിലെ 1-ാമത്തെ വായന ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് ഓടിച്ച് കടന്നു പോകാം. ഉടമ്പടി, നോഹയുമായിട്ടുള്ള ഉടമ്പടിയാണ് അവിടെ നമ്മളെ ദൈവം കാണിച്ചു തരുന്നത്. 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എല്ലാ ജീവതലമുറകൾക്കും വേണ്ടി നിങ്ങളും സകല ജീവജാലങ്ങളുമായി ഞാൻ സ്ഥാപിക്കുന്ന എൻ്റെ ഉടമ്പടിയുടെ അടയാളം ഇതാണ്. ഭൂമിയുമായുള്ള ഉടമ്പടിയുടെ അടയാളമായി മേഘങ്ങളിൽ എൻ്റെ വില്ല് ഞാൻ സ്ഥാപിക്കുന്നു. ഞാൻ ഭൂമിക്ക് മേലെ മേഘത്തെ അയക്കുമ്പോൾ അതിൽ മഴവില്ല് പ്രത്യക്ഷപ്പെടും. നിങ്ങളും സർവ്വജീവജാലങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഓർക്കും. സർവ്വജീവനെയും നശിപ്പിക്കാൻ പോരുന്ന ഒരു ജലപ്രളയം ഇനി ഒരിക്കലും ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ. നോഹയുടെ പുസ്തകത്തിൽ നമ്മൾ 6-ാം അധ്യായം വായിക്കുമ്പോൾ ജലപ്രളയം വഴി സകല മനുഷ്യരെയും ദൈവം നശിപ്പിച്ചു. പാപം ചെയ്തവരെല്ലാം നശിച്ചു. നീതിമാനായ നോഹയും കുടുംബവും മാത്രം ദൈവകൽപ്പനയാൽ രക്ഷിക്കപ്പെട്ടു. ആ നോഹ വഴിയുള്ള സമൂഹത്തോട് ദൈവം സംസാരിക്കുകയാണ്. ഇനിയൊരു ദോഷം ഞാൻ ഈ ഭൂമിക്ക് വരുത്തുകയില്ല എന്ന് പറയുന്ന ഉടമ്പടിയാണ്. നമ്മളോടും ദൈവം അങ്ങനെ ക്രിസ്തുവുമായിട്ടുള്ള ഉടമ്പടിയാണ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. നമ്മളെ കർത്താവ്, നമ്മൾ പാപത്തിൻ്റെ ഫലമായി ശിക്ഷയേൽക്കേണ്ടി വരുമ്പോൾ കർത്താവിനെ നമ്മൾ ഓർക്കുന്നു, ദൈവം കർത്താവിനെ ഓർക്കുന്നു. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, നിൻ്റെ കരുണയുടെ മഹാസമുദ്രത്തിൽ ഞങ്ങളുടെ പാപം അസംഖ്യമെങ്കിലും അതൊരു തുള്ളി പോലെയാണ്. ഞങ്ങളുടെ പാപം എണ്ണപ്പെടാത്ത വണ്ണമുള്ളതാണെങ്കിലും അങ്ങയുടെ കരുണയുടെ മഹാസമുദ്രത്തിൽ അതൊരു തുള്ളി ചെളി പോലെയാണ്. ഒരു തുള്ളി ചെളിക്ക് മഹാസമുദ്രത്തെ കലക്കുവാൻ സാധിക്കുകയില്ലല്ലോ എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഉടമ്പടിയും ദൈവത്തിൻ്റെ കാരുണ്യം ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. അതുപോലെ യോശുവയുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 4 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോശുവയുടെ പുസ്തകത്തിൽ ദൈവം യോർദാൻ നദിയെ തൻ്റെ പേടകവുമായിട്ട് പോകുന്ന സമയത്ത് 2ആയി പിരിച്ചു എന്നുള്ളതാണ്. ജനമെല്ലാം പേടകം കൊണ്ട് യോർദാൻ നദി കടന്നു കഴിഞ്ഞപ്പോൾ യോശുവയോട് അരുളി ചെയ്യുകയാണ്, ഓരോ ഗോത്രത്തിൽ നിന്നും ഒരാളെ വീതം ജനത്തിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുക്കുക. അവരോട് പറയുക, ജോർദാൻ്റെ നടുവിൽ പുരോഹിതന്മാർ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് 12 കല്ല് കൊണ്ടുവന്ന്
ഇന്ന് രാത്രി നിങ്ങൾ താവളമടിക്കുന്ന സ്ഥലത്ത് സ്ഥാപിക്കണം. വാഗ്ദാന പേടകം യോർദാനിലൂടെ കടന്നു പോകുമ്പോൾ വെള്ളം രണ്ട് വശത്തേക്കും മാറി ആ നിത്യസ്മാരകമായി അതിനെ ഓർക്കണം എന്ന് യോശുവയോട് പറയുകയാണ്. ജനങ്ങൾ തലമുറകളിലേക്ക് അത് സ്മാരകമായി ഉയർത്തണമെന്ന് പറയുകയാണ്, ഗോത്രങ്ങളുടെ കണക്കനുസരിച്ച്. ഇതിലൂടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ദൈവത്തിൻ്റെ അത്ഭുതകരമായ നടത്തിപ്പ് എന്നും നമ്മൾ അനുസ്മരിക്കണം. ദൈവം നടത്തിയ വഴികൾ നമ്മൾ സാക്ഷ്യം പറയണം. നമ്മൾ അത് മറ്റുള്ളവർക്ക് അനുഗ്രഹപ്രദമാകും വണ്ണം, മറ്റുള്ളവർക്ക് വിശ്വാസത്തിൽ വരത്തക്കവണ്ണം നമ്മൾ സാക്ഷ്യമുള്ളവരായി മാറണം. കർത്താവിൻ്റെ സാക്ഷ്യം പറയുന്നതിൽ ലജ്ജിക്കരുത്. കർത്താവ് യേശുക്രിസ്തു ഇങ്ങനെയാണ് അരുളി ചെയ്തിരിക്കുന്നത്: മനുഷ്യരുടെ മുമ്പാകെ എന്നെ ഏറ്റുപറയുന്നവനെ ഞാനും എൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ ഏറ്റുപറയും, മനുഷ്യരുടെ മുമ്പാകെ എന്നെ തള്ളിപ്പറയുന്നവനെ ഞാനും ദൈവം മുമ്പാകെ തള്ളിപ്പറയും. അപ്പോൾ നമ്മൾ ദൈവം മുമ്പാകെ യേശുക്രിസ്തുവാണ് ദൈവത്തിൻ്റെ മനുഷ്യരുടെ മധ്യസ്ഥൻ. നമ്മളെ ഏറ്റുപറയണമെങ്കിൽ, നാം ദൈവമകനും മകളുമാണെന്ന് യേശു നമ്മളെക്കുറിച്ച് ദൈവം മുമ്പാകെ പറയണമെങ്കിൽ, നമ്മളെ നടത്തിയ വഴികളും കൃപകളൊക്കെ ഓർത്ത് ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കണം. നമ്മുടെ ജീവിതം ഒരു സ്മാരകമായിരിക്കണം. നമ്മൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുമ്പോൾ നമ്മളെക്കുറിച്ച് ലോകം പറയണം, അദ്ദേഹം കർത്താവിന് വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയുവാനായിട്ട് കഴിയണം. അതുകൊണ്ട് ആ സ്മാരകം അല്ലെങ്കിൽ ആ അനുസ്മരണം നന്ദി പ്രകാശനമായി മാറുമ്പോൾ 29-ാമത്തെ സങ്കീർത്തനം 1 മുതൽ 11 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദാവീദിന് നടത്തിയ വഴികളെല്ലാം ഓർത്ത് ദാവീദ് കർത്താവിന് നന്ദി പറയുകയാണ്. എന്താ അവിടെ പറയുന്നത്? യഹോവയ്ക്ക് മഹത്വം കൊടുക്കുവിൻ, വിശുദ്ധ അലങ്കാരം ധരിച്ചുകൊണ്ട് യഹോവയെ നമസ്കരിപ്പി. 11-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്, കർത്താവിനെ മഹത്വം കൊടുക്കണം. സ്വർഗവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ, മഹത്വവും ശക്തിയും അവിടുത്തേതെന്ന് പ്രഘോഷിക്കുവിൻ. കർത്താവിൻ്റെ മഹത്വപൂർണമായ നാമത്തെ സ്തുതിക്കുവിൻ, വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ. കർത്താവിൻ്റെ സ്വരം ജലരാശിക്ക് മീതെ മുഴങ്ങുന്നു, ജലസഞ്ചയങ്ങൾക്ക് മീതെ മഹത്വത്തിൻ്റെ ദൈവം ഇടിനാദം മുഴക്കുന്നു. ഇത്രയും വലിയൊരു മഹത്വത്തെ, ഇത്രയും വലിയൊരു ശക്തിയെ നിരന്തരം സ്തുതിക്കാൻ പറയുകയാണ്. കാരണം എന്താ? യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകി അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവിനെ സ്തുതിക്കുവാൻ മടിക്കരുത്. കർത്താവിനെ സ്തുതിക്കുവാൻ മടി കാണിച്ചാൽ നാം നാശത്തിൻ്റെ വക്കിലേക്ക് പോകും. എൻ്റെ പിതാക്കന്മാർ ഇങ്ങനെ പാടിയിട്ടുണ്ട് പ്രഭാത പ്രാർത്ഥനയിൽ: നിൻ സ്തുതിയും ഹല്ലേലൂയായും കർത്താവേ ഞാൻ നിർത്തരുതേ, നീതിയോടെ എന്നെ വിധിക്കരുതേ, ഞാൻ കടമുള്ളവനാകുന്നേൻ, എൻ കടമെല്ലാം ചോദിച്ചാൽ എന്നവകാശം തീനരകം, ജീവനിൽ നിന്നേൻ ഖണ്ഡിതനാം, മൗനം പൂകിടുമർത്തിപ്പാൻ, എൻ കടമെല്ലാം നീക്കൻപാൽ. കർത്താവേ, നിൻ്റെ സ്തുതിയും ഹല്ലേലൂയായും ഞാൻ നിർത്തരുത്, നീതിയോടെ എന്നെ വിധിക്കരുത്. എൻ്റെ കടങ്ങളെല്ലാം ചോദിച്ചാൽ ഞാൻ അങ്ങയുടെ ദൈവരാജ്യത്തിന് അർഹതയില്ലാത്തവനാകും, അവിടെ നിന്ന് ഞാൻ ഖണ്ഡിക്കപ്പെടും. കർത്താവേ, അതുകൊണ്ട് എന്നെ കരുണയോടെ വിധിക്കണമേ, കരുണയോടെ വീക്ഷിക്കണമേ എന്ന ഭക്തൻ്റെ പ്രാർത്ഥന കടങ്ങൾ മാറാനും പാപങ്ങൾ വിട്ടുപോകാനൊക്കെ ദൈവസ്തുതി ഏറ്റവും അനിവാര്യമാണ്. അതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാൻ ഒരു കാരണവശാലും മടിക്കരുത് എന്ന് പഴയ നിയമത്തിൽ നിന്ന് നമ്മളോട് പറയുകയാണ്. ഇനി നമ്മൾ അടുത്ത ചിന്ത ലേഖനത്തിൽ നിന്നാണ്. ഒന്നാമത്തെ ലേഖനം അപ്പോസ്തല പ്രവൃത്തി 9:12 മുതൽ 21 വരെ വാക്യങ്ങളിലാണ്. പൊതുവിനെഴുതിയ ലേഖനമാണ്. പൗലോസ്ലീഹായുടെ മാനസാന്തര അനുഭവമാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. 12 മുതൽ 21 വരെ വാക്യങ്ങൾ. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അനനിയാസ് എന്നൊരുവൻ തനിക്ക്
വീണ്ടും കാഴ്ച ലഭിക്കാൻ തൻ്റെ മേൽ കൈകൾ വെക്കുന്നതായി അവന് ഒരു ദർശനമുണ്ടായിരിക്കുന്നു. അനന്യാസ് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വിശുദ്ധർക്കെതിരായി അവൻ ജെറുസലേമിൽ എത്രമാത്രം തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വളരെ പേരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെയും അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലരെയും ബന്ധനസ്ഥരാക്കുന്നതിനുള്ള അധികാരം പുരോഹിത പ്രമുഖന്മാരിൽ നിന്ന് അവൻ സമ്പാദിച്ചിരിക്കുന്നു. പൗലോസ് ക്രിസ്ത്യാനികളെ, ശൗലായിരുന്ന സമയത്ത് ക്രിസ്ത്യാനികളെ പിടിച്ചുകെട്ടി കൊന്നുകളയുവാനും ഉപദ്രവിക്കുവാനും വേണ്ടി അധികാരികളുടെ കയ്യിൽ നിന്ന് അധികാരപത്രം വാങ്ങി പുറപ്പെടുമ്പോഴാണല്ലോ പ്രിയമുള്ളവരെ അവന് മാനസാന്തരമുണ്ടാകുന്നത്. അവൻ നിലത്ത് വീഴുന്നതും കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നതൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ കാഴ്ച കിട്ടുന്നതിന് വേണ്ടി കർത്താവ് അനന്യാസിനെ ഏർപ്പാടാക്കുകയാണ്. കർത്താവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും സ്വീകരിച്ചിരിക്കുന്ന അനന്യാസിനോട് കർത്താവ് പറയാണ്, ശൗലിനെ മാനസാന്തരപ്പെടുത്തണം, ശൗലിന് കൈവപ്പ് കൊടുക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ ശൗല് പറയുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അവൻ ഒട്ടനവധി നാളുകളായി ക്രിസ്ത്യാനികളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കർത്താവ് പറയുന്ന മറുപടി എന്താണ്? നീ പോവുക, വിജാതീയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണവൻ. ഇവിടെ പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ എത്രമാത്രം നമ്മൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു അത്ര നമ്മൾ പിടിക്കപ്പെടുമെന്നുള്ളൊരു സത്യമാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. ക്രിസ്തുവിനെതിരെ ഒരിക്കലും തിരിയരുത്. ക്രിസ്തുവിനെതിരെ തിരിഞ്ഞാൽ ഈ ഭൂമിയിൽ ആരോടെങ്കിലും നമ്മൾ തിന്മ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ക്രിസ്തുവിനെതിരെയാണെന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് നന്മയിലേക്ക് നമ്മൾ കടക്കണം. അനന്യാസിൻ്റെ പ്രാർത്ഥന കൊണ്ട് ശൗലിൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെയുള്ള ഒരു സാധനം ചാടിപ്പോയി, ഇളകിപ്പോയി. അവൻ സത്യത്തിൽ ക്രിസ്തുവിനെ കണ്ടു, ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചു, ക്രിസ്തുവിന് വേണ്ടി മരിച്ചു. 14 ലേഖനങ്ങൾ ഈ അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ ഏതാണ്ട് പകുതി ഭാഗവും അവൻ എഴുതി എന്നുള്ളതാണ് സത്യം. ഹല്ലേലൂയ. അതുകൊണ്ട് അനന്യാസിലൂടെ കൈവപ്പ് കിട്ടിയ പൗലോസിനെ പോലെ നമ്മളും പരിശുദ്ധാത്മാവിലൂടെ, മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നമ്മളും പൗലോസിനെ പോലെ പ്രേക്ഷിതനായിത്തീരണമെന്നുള്ള ഒരു ധ്യാനമാണ് കർത്താവ് ഇന്ന് നമുക്ക് ഇവിടെ നൽകുന്നത്. രണ്ടാമത്തെ ലേഖനം 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെ വാക്യങ്ങളാണ്. അതിലിപ്രകാരം പറയുകയാണ്, ദൈവകൃപയാൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ ഭഗ്നാശരല്ല. ദൈവത്തിൻ്റെ പൗലോസ് പറയുകയാണ്, ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ ഭഗ്നാശരല്ല. ലജ്ജാകരമായ രഹസ്യ നടപടികൾ ഞങ്ങൾ വർജിച്ചിരിക്കുന്നു. ഞങ്ങൾ ആരെയും വഞ്ചിക്കുകയോ ദൈവവചനം തെറ്റായി വ്യാഖ്യാനിക്കുകയോ ചെയ്യുന്നില്ല. ഞങ്ങൾ അപ്പോസ്തലന്മാരാണെന്ന് പറയുകയും തിന്മപ്പെട്ട ജീവിതം നയിക്കുകയും ചെയ്യുന്നില്ല എന്ന് ഓർത്തുകൊള്ളുക. അപ്പോസ്തലന്മാരാണെന്ന് പറഞ്ഞ് തിന്മപ്പെട്ട പ്രവർത്തികൾ നടത്താൻ ഒരിക്കലും നമ്മളെ ദൈവം അനുവദിക്കില്ല. അതിന് തക്ക ശിക്ഷ ലഭിക്കുമെന്നുള്ള ഒരു കാര്യം നമ്മൾ ഓർക്കണം. പിന്നെ പൗലോസ്ലീഹ അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ, ആർക്കെങ്കിലും മറഞ്ഞിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. ആർക്കെങ്കിലും ഞങ്ങളുടെ ഈ സുവിശേഷം മറഞ്ഞിരിക്കുന്നെങ്കിൽ, അത് നിഗൂഢമായിരിക്കുന്നെങ്കിൽ, അത് പ്രിയമുള്ളവരെ അവിശ്വാസികൾ അല്ലെങ്കിൽ ക്രിസ്തുവിനെ സ്വീകരിക്കാത്തവർക്ക് മാത്രമാണെന്ന് തിരിച്ചറിയാം. അതുകൊണ്ട് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ ഉത്തരവാദിത്വമുണ്ട്. കർത്താവെ, മറഞ്ഞിരിക്കരുത്, എന്നെ സ്വീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഹല്ലേലൂയ. ഒപ്പം തന്നെ നമ്മൾ എവൻഗേലിയനെക്കുറിച്ച് ധ്യാനിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12 മുതൽ 20 വരെ വാക്യങ്ങളാണ്. യേശുക്രിസ്തുവിൻ്റെ 40 ദിവസത്തെ ഉപവാസവും ശേഷമുള്ള പ്രഘോഷണമൊക്കെയാണ് അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. 12-ാം അധ്യായം 1-ാം അധ്യായം 12 മുതൽ തിരുവചനങ്ങൾ. ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ സ്തോത്രം, ഹല്ലേലൂയ, ആരാധന. ഉടനെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവനെ മരുഭൂമിയിൽ വസിച്ചു.
അവൻ മന്യമൃഗങ്ങളോടുകൂടിയായിരുന്നു. ദൈവദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു. യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. പിന്നെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ചിന്തിച്ച് നന്നായി അറിയാവുന്ന കാര്യങ്ങളാണ്. സമയത്തിൻ്റെ ദീർഘം കൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗമാണ്. ആദ്യത്തെ ശിഷ്യന്മാരെ വള്ളവും വലയൊക്കെ ഉപേക്ഷിച്ച് യേശുവിൻ്റെ പിന്നാലെ പോകുന്ന സെബദി മക്കളും യാക്കോബ്, യോഹന്നാൻ, അവരും പിന്നെ അന്ത്രയോസും ശീമോനൊക്കെ ആണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെയും കർത്താവ് വിളിക്കുകയാണ്. എന്ത് പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഇതാണ് നമുക്ക് അവസാനത്തെ ധ്യാനമായി കർത്താവ് തരുന്നത്. സമയം സമാഗതമായി, അനുദപിക്കേണ്ട കാലം കഴിഞ്ഞു. എത്ര നാൾ സ്വന്തം ഇഷ്ടത്തിനും സ്വന്തം സുഖത്തിനും സുവിശേഷം മറച്ചു വെച്ചുകൊണ്ട് ജീവിക്കും എന്ന് ഓരോ ദൈവമക്കളും പരിശോധിക്കുക. ദൈവ വചനത്തെ കേട്ട് മാനസാന്തരം വേണ്ടവർ മാനസാന്തരത്തിലേക്ക് മടങ്ങി വരിക. ആത്മീയമായി വളരാൻ വിളിക്കപ്പെട്ടവർ ആത്മീയ വളർച്ചയ്ക്കായിട്ട് ഈ വേദഭാഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ശിഷ്യന്മാരെ പോലെ എല്ലാം ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി വേല ചെയ്യുക. കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. വിളവധികം, വേലക്കാരോ ചുരുക്കം. വിളവിൻ്റെ നാഥനോട് കൊയ്ത്തിലേക്ക് വേണ്ട വേലക്കാരെ അയക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന യേശുവിൻ്റെ വാക്ക് നമുക്ക് ഓർക്കാം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്കാർക്കെങ്കിലും ദൈവവിളിക്ക് ചെവി കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ആ ഭാഗ്യത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നലെയും ഒക്കെ ആയിട്ട് ധ്യാനിച്ചു പോകുന്നത്. യോഹന്നാൻ, സ്നാപയോഹന്നാനെക്കുറിച്ച് ധ്യാനിച്ചു, അപ്പോസ്തലന്മാരെക്കുറിച്ച് ധ്യാനിച്ചു. അങ്ങനെ ദാവീദ് രാജാവിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഒത്തിരി ദൈവാനുഭവം കിട്ടിയ വിശുദ്ധന്മാരെക്കുറിച്ച് നമ്മൾക്കൊക്കെ അറിയാം. നമ്മൾക്കും എന്നാണ് വിശുദ്ധരാകാൻ സാധിക്കുക എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവനും അവൾക്കും വിശുദ്ധനാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കതായിക്കൂടാ എന്ന് ലയോളായിലെ ഇഗ്നേഷ്യസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അവർക്കൊക്കെയും വിശുദ്ധരാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ? ആ ചോദ്യം ഇന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തിക്കട്ടെ. അവർക്കൊക്കെ വിശുദ്ധരാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കും ആയിക്കൂടാ? വിശുദ്ധിക്ക് വേണ്ടി യേശു എന്നെ ക്ഷണിക്കുന്നു. ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലേക്ക് യേശു എന്നെ ക്ഷണിക്കുന്നു. ആര് യോഹന്നാനേക്കാൾ ചെറുതാകുന്നുവോ അവൻ ദൈവരാജ്യത്തിന് വേണ്ടി ആര് ചെറുതാകുന്നുവോ അവൻ യോഹന്നാനേക്കാൾ വലിയവനാണ്. അത് ക്രിസ്തുവിനോളം വലിപ്പമുള്ള ഓരോ ക്രിസ്ത്യാനിയും എന്തിന് നശിച്ചു പോകുന്നു? കുദാശകളിലൂടെ ലഭിച്ച എല്ലാ ദിവ്യാനുഗ്രഹങ്ങളും നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക്, സുവിശേഷ വേലയ്ക്ക്, സുവിശേഷത്തിൻ്റെ സമർപ്പണത്തിന് കാരണമാകട്ടെ. എന്ത് നഷ്ടപ്പെടുത്തിയാലും 100 ഇരട്ടി കർത്താവ് നമുക്ക് നൽകും. എല്ലാം ഉപേക്ഷിച്ച് ദൈവ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുവാൻ ഈ വചന ശുശ്രൂഷ നിങ്ങൾക്ക് പ്രേരണ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.